എൻ്റെ ചെടികൾക്ക് ഞാൻ കൊടുക്കുന്ന വളമൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ധാരാളം പൂക്കളും മൊട്ടുകളും ഒക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോ വീഡിയോയും ഞാൻ കാണിക്കുന്നതാണ്. അതിൻ്റെ തളർപ്പുകൾ വരുന്നതും മൊട്ടുകൾ വരുന്നതും ഒക്കെ ഞാൻ വീഡിയോസിലൂടെ കാണിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു ഫെർട്ടിലൈസറാണ് ഈ മഴക്കാലത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറാണ്. പൗഡർ രൂപത്തിലുള്ള ഫെർട്ടിലൈസറാണ് നമ്മളിന്ന് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് മഴക്കാലത്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ ആ ഒരു മണ്ണൊക്കെ നല്ല വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയെടുക്കുകയും ചെയ്യും. നല്ല വളം എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്. എനിക്ക് നന്നായിട്ട് ഇതുപോലുള്ള ഫെർട്ടിലൈസറും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് പൂക്കളൊക്കെ തരുന്നുണ്ട്. നിങ്ങൾക്കിത് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോല്ല കേട്ടോ. ഈ മഴക്കാലത്ത് കൊടുക്കാൻ പറ്റിയ കുറേ വളങ്ങളുടെ വീഡിയോ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ലൈനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾ പോയി കണ്ടിട്ട് ഇതുപോലൊക്കെ ചെയ്ത് നോക്കുക. ഒരുപാട് പേർക്ക് റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കും റിസൾട്ട് കിട്ടും. പുതിയത് കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ മഴക്കാലത്ത് നമ്മുടെ റോസാ ചെടികൾക്ക് നല്ലതായിട്ട് തളർപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരുപാട് കീടങ്ങളുടെ ശല്യവും അതുപോലെ ഇല മഞ്ഞളിച്ച് പോകുന്ന പ്രശ്നമൊക്കെ ഒരുപാട് പേര് പിന്നെയും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് നിങ്ങൾ അതുപോലെ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോൾ ഈ മഴ സമയമാണ്ട് ചില റോസുകൾക്കൊക്കെ പ്രത്യേകിച്ച് ഓർക്കിഡ് റോസുകൾക്കൊക്കെയാണ് കൂടുതലായിട്ടും ഇല മഞ്ഞളിപ്പിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഷെയ്ഡിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഓർക്കിഡ് റോസൊക്കെ ഇതൊക്കെ ഒന്ന് ഇല മഞ്ഞളിച്ചൊക്കെ പോയതായിരുന്നു മഴയായപ്പം. അപ്പം ഞാനിതൊക്കെ ഒന്ന് ശരിയാക്കി വന്നിട്ടുണ്ട്. നല്ലതായിട്ട് മുട്ടുകളൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നിലത്ത് പിടിപ്പിച്ച റോസയിൽ നല്ലപോലെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ബഡ് റോസൊക്കെ നിലത്ത് വെച്ച് പിടിപ്പിച്ചിട്ട് നല്ലപോലെ പൂക്കളാക്കി എടുക്കാം. അപ്പോൾ നല്ല വളങ്ങൾ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല ജൈവ കീടനാശിനിയും ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഏത് ചെടിക്കാണെങ്കിലും നമുക്ക് ഇന്നത്തെ ഒരു പൗഡർ രൂപത്തിലുള്ള ഫെർട്ടിലൈസർ കൊടുക്കാം. ഇതുപോലെ നമ്മുടെ എന്താ പറയുക ബോഗൺ വില്ലയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ റോസാ ചെടിക്കും എല്ലാ ചെടിക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ റോസാ ചെടി നല്ല ഹെൽത്തി ആണെങ്കിൽ ഇതുപോലെ നല്ല ബ്രൗൺ ഷെയ്ഡിലുള്ള തളർപ്പുകളായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ വളത്തിന് വേണ്ടി ഞാൻ എടുക്കുന്നത് ഒരു 2 മുട്ടത്തോടെ പൊടിച്ചതാണ് എടുക്കുന്നത്. നമുക്കിപ്പോൾ ഒരു കൈപ്പിടി അളവിലാണ് നമ്മൾ വളങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 മുട്ടത്തോട് മാത്രം മതി. അതൊന്ന് പൊടിച്ചെടുക്കുക. മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയോ കൈ കൊണ്ട് പൊടിച്ചെടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു കൈപ്പിടി കുമ്മായമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുമ്മായം നമ്മുടെ മണ്ണിൻ്റെ അതായത് pH ലെവലൊക്കെ നിയന്ത്രിച്ച് ആ മണ്ണ് നല്ലൊരു വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയെടുക്കുന്നു. കാരണം നമ്മുടെ ഒരു മണ്ണിൽ ഇപ്പം ഒരുപാട് വളങ്ങളെല്ലാം കുറഞ്ഞിട്ട് മഴയത്തെ സമയത്ത് ഇതെല്ലാം ഒലിച്ചു പോയിട്ട് ആ ഒരു മണ്ണ് ഒരു വലിയ വളമൊന്നും ഇല്ലാത്ത മണ്ണായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്കൊന്ന് ട്രീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്മുടെ കുമ്മായം ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഒരു കൈപിടി എല്ലുപൊടിയും ചാണകപ്പൊടിയുടെ മിക്സ് ചെയ്ത് ഒരു കൈപിടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 മുട്ടത്തോടെ നമുക്ക് ഇത്രയും മതി. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിന് ഇരട്ടി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ റോസയുടെ ചുവട്ടിലെ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് പറിച്ചെടുക്കുക. പറിച്ച് കളഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് നല്ലതായിട്ട് ചൂടിളക്കി കൊടുക്കണം. അപ്പം ചൂട് എപ്പോഴും ഇലകൊണ്ടാകുന്ന ഒരു പ്രത്യേക കാര്യമാണ്. ചൂട് ഇളക്കി കൊടുക്കുമ്പം വേരിൽ തട്ടരുത്. വേരിൽ തട്ടിക്കഴിഞ്ഞാൽ അത് ആ റോസ കരിഞ്ഞു പോകുന്നതായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് നമ്മൾ അതിൻ്റെ ചൂട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു കൈപിടി മാത്രം നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ഒരു കൈപിടി എടുത്തിട്ട് ഒന്ന് കൈ കൊണ്ടൊന്നുകൂടെ പൊടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മണ്ണൊന്ന് മൂടി കൊടുക്കുക. ഉടനെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണം. കാരണം നല്ല വെള്ളമയമുള്ള മണ്ണാണ്. പ്രത്യേകിച്ച് മഴ സമയമായതുകൊണ്ട് നമ്മൾ പിന്നെയും വെള്ളം കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല. മണ്ണൊക്കെ ഇത് നനഞ്ഞെടുക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അതിൻ്റെ പുറകെ വെള്ളം ഒഴിക്കേണ്ട. മഴ പെയ്യുമ്പോൾ വെള്ളം വന്ന് ശരിയായിക്കോളും. അപ്പം നമ്മുടെ മണ്ണൊക്കെ ഒന്ന് ഒരു വെയിൽ കാണുന്ന സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മണ്ണൊക്കെ നന്നായിട്ട് ഒരു നല്ലൊരു pH ലെവലുള്ള മണ്ണായിട്ട് മാറ്റിയിട്ട് നല്ലൊരു വളക്കൂറുള്ള നമ്മുടെ വളവും ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് നല്ലൊരു വളക്കൂറുള്ള മണ്ണാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ റോസയിലുണ്ടാകുന്ന പുതിയ തളർപ്പുകളും മുട്ടുകളും ഒക്കെ വരാൻ വളരെയധികം സഹായിക്കും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ